നെക്സ്റ്റ് ഇനി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് യൂസിങ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. ഫസ്റ്റ് വൺ ബ്ലൂടൂത്ത്. ബ്ലൂടൂത്ത് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യാറുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഈ ബ്ലൂടൂത്തിൻ്റെ പ്രത്യേകത എന്താ നമുക്കറിയാം, കുറച്ചൊരു ഡിസ്റ്റൻസിൽ മാത്രമേ, അതായത് ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ഡേറ്റ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. അതായത് രണ്ട് ഡിവൈസസ് അടുത്തടുത്തുണ്ടെങ്കിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, അതിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത് നോക്കിക്കേ, 2.402 GHz തൊട്ട് 2.480 GHz വരെ. അതായത് ഒരു ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ, 10 മീറ്ററിന്റെ ഉള്ളിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മാത്രമായിരിക്കും ബ്ലൂടൂത്തിലൂടെ നമുക്ക് പോസിബിൾ ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഒരു ലൈൻ ഓഫ് സൈറ്റ്, അതായത് ബ്ലൂടൂത്ത് ഡിവൈസസ് തമ്മിൽ കാണണം എന്നില്ല. അതായത് ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിന്റെ ഉള്ളിൽ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ബ്ലൂടൂത്തിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ക്യാൻ കണക്ട് അപ് ടു 8 ഡിവൈസസ് അറ്റ് എ ടൈം. ഒരു ബ്ലൂടൂത്തിൽ നമുക്ക് 8 ഡിവൈസസ് വരെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലോ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് ആയിരിക്കും ഇതിന് ഉണ്ടാവുക. ദെൻ അടുത്തത് വരുന്നതാണ് വൈഫൈ. വൈഫൈ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ഇറ്റ് ഈസ് എ വയർലെസ് നെറ്റ്വർക്കിംഗ് ടെക്നോളജി ദാറ്റ് യൂസസ് റേഡിയോ വേവ്സ് in the 2.4 GHz to 5 GHz frequency. അപ്പോൾ 2.4 GHz തൊട്ട് 5 GHz വരെ, അതായത് ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ത് വരുന്നുണ്ടാവുക, വൈഫൈ വരുന്നുണ്ടാവുക. ഇന്റർനെറ്റ് കണക്ഷൻസ് നമുക്ക് ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, അതുപോലെ മൊബൈൽ ഫോൺസിലൊക്കെ ഇന്റർനെറ്റ് കണക്ഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈഫൈനെ നോർമലി യൂസ് ചെയ്യുക. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ലൈൻ ഓഫ് സൈറ്റ് വേണമെന്നില്ല. അതായത് ഇപ്പോൾ ഹോളിലാണ് വൈഫൈ ഇരിക്കുന്നതെങ്കിൽ എനിക്ക് എൻ്റെ റൂമിലിരുന്ന് വൈഫൈ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, എൻ്റെ ഡിവൈസ് അതിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് എന്ന് പറയുന്നത് 54 Mbps ആയിരിക്കും. ക്യാൻ കണക്ട് മെനി ഡിവൈസസ് അറ്റ് സെയിം ടൈം. ഒരേ സമയത്ത് കുറേയധികം ഡിവൈസസിനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അതുപോലെ തന്നെ ഒരു 114 മീറ്റർ വരെ, അല്ലെങ്കിൽ ഒരു 375 ഫീറ്റ് ഡിസ്റ്റൻസ് വരെ എന്ത് ചെയ്യും, വൈഫൈ കവർ ചെയ്യുന്നുണ്ടാവും. ആ ഒരു പരിധി വരെ ഉള്ള ഡിവൈസസ് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് വിമാക്സ്. അതെന്താ നോക്കിക്കുക, വേൾഡ് വൈഡ് എൻട്രോപെറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താ, ഒരു വയർലെസ് ബ്രോഡ്ബാൻഡ് ടെക്നോളജിയാണ്. 2 GHz തൊട്ട് 11 GHz വരെ, അതായത് ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിമാക്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആയിരിക്കും നമുക്ക് ലോങ് ഡിസ്റ്റൻസിലേക്ക് കിട്ടുക. ഒരു എൻറ്റയർ സിറ്റി മുഴുവൻ വേണം എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഇത് വെച്ച് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ, ഹൺഡ്രഡ്സ് ഓഫ് യൂസേഴ്സ് ഒരു സിംഗിൾ ബേസ് സ്റ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് അവർക്കത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ 70 Mbps ആണ്, എന്താ പറയുക, ഒരു 45 കിലോമീറ്റർ വരെ 70 Mbps ഡേറ്റ നമുക്ക് അവിടെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഒരു ലൈൻ ഓഫ് സൈറ്റോ കാര്യങ്ങളോ ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെതർ കണ്ടീഷൻസ് ആയിട്ടുള്ള റെയിന്, സ്റ്റോം കാര്യങ്ങളൊക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഹൈ പവർ കൺസംഷൻ ആൻഡ് ഹൈ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്. നല്ല ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ഇതിന് വരാനായിട്ടും ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സാറ്റലൈറ്റ് ലിങ്ക്. സാറ്റലൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താണ്, സാറ്റലൈറ്റ് ലിങ്ക്സ് ആർ യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ബൈ സെൻഡിങ് സിഗ്നൽസ് ടു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് വിച്ച് റിസീവ്, ആംപ്ലിഫൈ ആൻഡ് റീട്രാൻസ്മിറ്റ് സിഗ്നൽസ് ബാക്ക് ടു എർത്ത്. ഓക്കെ, എന്ത് ചെയ്യാണ്, എർത്തിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുന്നു, എന്നിട്ട് ആ സാറ്റലൈറ്റുകളിൽ നിന്നിട്ട് എർത്തിലേക്ക് തിരിച്ച് കണക്ഷൻസ് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ സിഗ്നൽസ് എർത്തിൽ നിന്ന് സാറ്റലൈറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നതിനെ അപ്ലിങ്ക് എന്നും, തിരിച്ച് സാറ്റലൈറ്റിൽ നിന്ന് എർത്തിലേക്ക് എന്താ പറയുക സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നതിനെ ഡൗൺ ലിങ്ക് എന്നും ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാനാണ് സാറ്റലൈറ്റ് ലിങ്കുകളെ യൂസ് ചെയ്യാറുള്ളത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കിക്കേ, എർത്തിലെ ഒരു ലാർജ് ഏരിയ തന്നെ ഇത് കവർ ചെയ്യുന്നുണ്ടാവും. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. ആൻഡ് ലീഗൽ പെർമിഷനും ഓതറൈസേഷനും ഒക്കെ നമുക്കിതിന് ആവശ്യമായിട്ട് വരും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് വയർലെസ് ഡിവൈസസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.